എല്ലാവരും പറയുന്നു നമ്മളൊക്കെ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനേക്കാൾ വലിയൊരു അപകടമായ അഡിക്ഷനിലാണ് എല്ലാവരും ഇന്ന് പെട്ടിരിക്കുന്നത്. അതിന്റെ പേരാണ് അപ്രൂവൽ അഡിക്ഷൻ. അഥവാ എല്ലാവരുടെ അംഗീകാരം കിട്ടണമെന്നുള്ള ഒരു അടങ്ങാത്ത കൊതി. ഇന്ന് ഈ ലോകത്ത് എല്ലാവരെയും തളർത്തുന്ന ഒരു പ്രധാന കാരണം ഇതാണ്. ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ തുറന്നു നോക്കും ആരൊക്കെ കണ്ടു എന്നറിയാൻ വേണ്ടി. ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ലൈക്ക് ഇത്ര വന്നെന്നല്ല, ആരൊക്കെ ലൈക്ക് ഇട്ടെന്നാണ് ആദ്യം നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമായോ എന്നല്ല, ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ എന്നാ ചിന്തിക്കുന്നത്. ശരിയല്ലേ? ഒരു കാര്യം പറയാം. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ടീച്ചർ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നമ്മളെ അഭിനന്ദിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് സന്തോഷമായിരിക്കും. എന്നാൽ ഇന്നോ 100 പേര് നമ്മളെ പ്രശംസിച്ചാലും ഒറ്റൊരാൾ നമ്മളെ വിമർശിച്ചാൽ മതി, അന്നത്തെ രാത്രി ഉറക്കം പോയി കിട്ടും. കാരണം എന്താ? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് മറ്റൊരാൾക്ക് നമ്മൾ നൽകി കഴിഞ്ഞു. ഞാനൊരു കഥ പറയാം. ഒരു ദിവസം ഒരു കുഞ്ഞ് ഒരു ചിത്രം വരച്ചു. വരച്ചതിന് ശേഷം അവന്റെ അമ്മയുടെ അടുത്ത് ഓടി ചെന്ന ചിത്രം കാണിച്ചു. അവന്റെ അമ്മ ഒരുപാട് സന്തോഷത്തോടെ ആ കുഞ്ഞിനെ അഭിനന്ദിച്ചു. കുഞ്ഞിന് ഒരുപാട് സന്തോഷമായി. പിറ്റേ ദിവസവും അവൻ അതുപോലെ തന്നെ ചിത്രം വരച്ചു. അവൻ അവന്റെ കൂട്ടുകാരി മറ്റുള്ളവരെയൊക്കെ ചിത്രം കാണിച്ചു. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. അവൻ ഒരുപാട് സങ്കടമായി. പിന്നീട് അവൻ ചിത്രം വരച്ചിട്ടില്ല. അവൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് അഭിനന്ദനം കേൾക്കാനാണ്. അതവന് കിട്ടാതായപ്പോ പിന്നീട് അവൻ അത് വരയ്ക്കാനും ആയില്ല. ഇത് തന്നെയാണ് പലരുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ഷീണം ജോലി കൊണ്ടോ പണം കൊണ്ടോ പഠനം കൊണ്ടോ ഇതൊന്നുമല്ല. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ എങ്ങനെ ഉണ്ടാകും എന്ന് അഭിനയിച്ച് ജീവിക്കുമ്പോഴാണ്. ഇതുകൊണ്ടാണ് പലരും ഒറ്റയ്ക്കിരിക്കാൻ പോലും പേടിക്കുന്നത്. ഫോൺ മാറ്റിവെച്ചാൽ മനസ്സ് ശാന്തമാകുന്നില്ല. അപ്പൊ പ്രശ്നം ഫോണിന്റെ ആണോ മനസ്സിന്റെ ആണോ? നമ്മളിൽ പലരും പലപ്പോഴും പറയും, എനിക്ക് ആരെയും ഇംപ്രസ് ചെയ്യണ്ട. പക്ഷെ ഒരു പുതിയ ഡ്രസ്സ് എടുക്കുമ്പോഴോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴോ ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ ഒരു ചോദ്യം ചോദിക്കും, ആരെങ്കിലും ഇത് കണ്ടാൽ എന്തെങ്കിലും പറയുമോ? അത് തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം. ഒന്ന് ഓർക്കണം, ഈ ജീവിതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വന്തമായൊരു ജീവിതം ഉണ്ടാവില്ല. കാരണം ആ മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഒന്ന് ഓർക്കണം, ജീവിതം ഒരിക്കലും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുമ്പോഴോ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുമ്പോഴോ അല്ല മാറുന്നത്. നമ്മൾ കണ്ണാടിയിൽ നോക്കി എനിക്കിത് മതി എന്നാദ്യമായി ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന ദിവസമാണ്. കാരണം ഫോൺ ഓഫ് ചെയ്തു വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുന്ന നിർത്തിയാൽ മാത്രമേ നിന്റെ ജീവിതം തുടങ്ങൂ. നിന്റെ വില മറ്റൊരാളുടെ കൈയടിയിൽ നിന്നല്ല അന്വേഷിക്കേണ്ടത്. കാരണം നിന്നെ ആദ്യം അംഗീകരിക്കേണ്ടത് നീ തന്നെയാണ്.